ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ട് വളരെ ടേസ്റ്റായിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാടമുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്തെടുത്തിട്ടുണ്ട്. ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല പൊട്ടി വരുമ്പോൾ ഒരു 2 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. സവാള നമ്മൾ എത്ര കണ്ട് വഴറ്റിയെടുക്കണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുക. സവാള നല്ല വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ലേശം ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ലേശം ഉപ്പ് ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ലേശം വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. സവാള ഒന്നുണ്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി കനം കുറച്ച് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അരച്ചിട്ടാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ ഞാൻ ചേർക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഒന്നുണ്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നുണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. 1/2 സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്നുണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പൊടിയുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നല്ല ഒന്നുണ്ട് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറി നല്ല ഗ്രേവി ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ്, അതിന് വേണ്ടിയിട്ടാണ്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നുണ്ട് ഇളക്കിയെടുക്കുക കേട്ടോ. എല്ലാം കൂടി നല്ല ഒന്നുണ്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് എണ്ണ തെളിഞ്ഞ് വരുള്ളൂ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ തോനെ വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കാടമുട്ട കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 20-25 കാടമുട്ട വേവിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടയും അതുപോലെ മസാലയൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ലേശം മല്ലിച്ചപ്പും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്കും നല്ലോണ്ട് വെന്ത് കിട്ടും കേട്ടോ. അത് നല്ല മസാലയൊക്കെ നമ്മുടെ കാടമുട്ടയുമ്പോൾ പിടിച്ച് കിട്ടും കേട്ടോ. ലേശം മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഇറക്കാവുന്നതാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. വെറുതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മുട്ട ഈ മസാലയൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.